ഇപ്പോൾ ഹിന്ദു പാർലമെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഹിന്ദു സമൂഹവും മതേതരത്വ സങ്കല്പങ്ങളും എന്ന വിഷയത്തിലുള്ള സെമിനാറിൽ പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് തന്നെ പോകാം. ഹിന്ദു എന്ന വാക്കിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്ന അർത്ഥമല്ല ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹിന്ദു എന്ന വാക്ക് ഒരു പ്രത്യേക മതവിശ്വാസം ആചരിക്കുന്ന വിഭാഗത്തിൻ്റേതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് ഒരു പ്രത്യേക മതവിശ്വാസവുമായും ചേർത്ത് വെക്കാതെ വിശാലമായ അർത്ഥത്തിൽ ഒരു പ്രത്യേക ഭൂവിഭാഗത്തിലെ ജനതയെ വിളിച്ച പേരായിരുന്നു ഇത്. ഇതിപ്പോൾ പറഞ്ഞാൽ അത് മതവികാരം വ്രണപ്പെടുത്തലായിട്ട് വ്യാഖ്യാനിക്കുമെന്നറിയില്ല. പക്ഷേ ചരിത്രകാരന്മാർ പണ്ടേ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചിലർക്ക് ഇതിനോട് വിപ്രതിപത്തി ഉണ്ട് എന്നുള്ളത് കൊണ്ട് യാഥാർത്ഥ്യമല്ലാതാവുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ വ്യത്യസ്തമായ ചിന്താധാരകളുടെ സഹവർത്തിത്വം നല്ല നിലയിൽ നമ്മുടെ രാജ്യത്ത് പുലർന്നിരുന്നു. അങ്ങനെ അന്നത്തെ പൊതുസമൂഹം ആ കാലത്ത് ഈ വ്യത്യസ്ത ചിന്താഗതികൾ വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു. അതെല്ലാം കൂടിയതായിരുന്നു ഹിന്ദു. അതിൽ ദൈവവിശ്വാസികളുണ്ടായിരുന്നു, നിരീശ്വരവാദികളുണ്ടായിരുന്നു, ദ്വൈതവാദികളുണ്ടായിരുന്നു, അദ്വൈതവാദികളുണ്ടായിരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ഏതെങ്കിലും ഒരു കൂട്ടർ മറ്റൊരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ആൾക്കാർ മറ്റൊരു വിശ്വാസത്തെ കീഴ്പ്പെടുത്തി തങ്ങളുടെ വിശ്വാസക്കാരാക്കി മാറ്റാനും ശ്രമിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഉയർന്ന സംസ്കാരം നമ്മുടെ രാജ്യത്ത് പുലർന്നിരുന്നു. അപ്പം അതുകൊണ്ടാണ് അതൊരു ജീവിത രീതിയായിരുന്നു എന്ന് കാണുന്നത്. അതുതന്നെയാണ് ഹിന്ദു പാർലമെൻറ്റും ഈ പ്രസിദ്ധീകരിച്ച നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും വിശാലമായ ഒരു കാഴ്ചപ്പാട്, അതിനെയാണ് സങ്കോചിപ്പിച്ച് ഇന്ന് എന്തൊക്കെയോ ആക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നാം ചരിത്ര വസ്തുതകൾ കാണുക തന്നെ വേണം. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗത്തുള്ള സിന്ധു നദി, ആ നദിക്കരയിലുള്ള ജനങ്ങളുടെ പേർ എന്ന നിലയിലാണ് ഹിന്ദു എന്ന പദത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ പേർഷ്യൻ ഭൂമിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയതായി ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതിലൊരു ചരിത്രകാരനാണ് ഗാവിൻ ഫ്രണ്ട്. അദ്ദേഹം ഈ തരത്തിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള ഒട്ടേറെ രേഖകൾ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ നമുക്ക് കഴിയും. മതസ്വഭാവത്തോടു കൂടിയ പേരായി ഹിന്ദു കടന്നു വരുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. അന്നത്തെ പെർഷ്യൻ ഗ്രന്ഥത്തിലാണ് ഇത്തരമൊരു പരാമർശം ആദ്യമായി കടന്നു വരുന്നത്. ഫുത്തുഹുസലാത്തിൽ
എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം ആദ്യമായി കടന്നു വരുന്നത്. ആ ഗ്രന്ഥം അബ്ദുൾ മല്ലിക് ഇസാമിയുടേതായിരുന്നു. പിന്നീട് 16-17 നൂറ്റാണ്ടുകളിൽ ചൈതന്യ ചരിതമാല മുതലായ കൃതികൾ ഉണ്ടായി. അപ്പോഴാണ് ഹിന്ദു എന്ന പദത്തിന് ഇപ്പോൾ കാണുന്ന അർത്ഥം വന്നു ചേരുന്നത്. അതും ഇതേപോലുള്ള അർത്ഥമല്ല, ഇതിനോട് സാമ്യമായ ഇതിൻ്റെ ഒരു വിദൂരമായ ഛായ എന്ന് പറയാം. ആ തരത്തിലുള്ള ഒരു വിശേഷണം വന്നു ചേരുന്നു. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ ഇവിടെ കച്ചവടക്കാർ കടന്നു വന്നു. യൂറോപ്പിൽ നിന്നുള്ള കച്ചവടക്കാർ കടന്നു വന്നു. അവരാണ്, അല്ലെങ്കിൽ അവരുൾപ്പെട്ട കോളനി വാഴ്ചക്കാരാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഹിന്ദുയിസം കൊണ്ടുവരുന്നത്. അതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ സമയ ചുരുക്കം കൊണ്ട് അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഹിന്ദുമതം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നാം കാണേണ്ടത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഹിന്ദുമതത്തിന് ഒരു സ്ഥാപകനില്ല. ആധികാരികമായ പ്രാമാണിക ഗ്രന്ഥമില്ല. സെമറ്റിക് മതങ്ങൾക്കുള്ളതുപോലെ ഒരു ഭാരവാഹി ഘടനയുമില്ല. ഏകദൈവ വിശ്വാസമില്ല. പ്രവാചകനില്ല. എന്നാൽ അടുത്ത കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും സെമറ്റിക് ഘടനയോട് കൂടിയതായി ഈ ഹിന്ദു മതത്തെ മാറ്റാനുമുള്ള ശ്രമം നടക്കുന്നത് നാം മറക്കേണ്ടതില്ല. അത് ശരിയോ തെറ്റോ എന്നൊക്കെയുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹിന്ദുമതത്തിൽ പല വിഭാഗങ്ങളുണ്ടായിട്ടുണ്ട്. വേദാന്ത വിഭാഗം ഉണ്ടായിട്ടുണ്ട്, യോഗ വിഭാഗമുണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ദ്വൈതവും അദ്വൈതവും, വൈഷ്ണവ വിഭാഗം, ശൈവ വിഭാഗം, ഇതിനെല്ലാം പുറമെ തദ്ദേശീയമായ നാടൻ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആരാധനാക്രമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളീയർ തന്നെ കേരളത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളെടുത്താൽ വ്യത്യസ്തമായ ആരാധനാക്രമങ്ങൾ കാണാൻ കഴിയും. ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ തെയ്യത്തെ കാണാൻ പറ്റും, ഇവിടെ അത്രത്തോളം തെയ്യത്തെ കാണില്ല. ഇതൊക്കെ വ്യത്യസ്തമായ ആരാധനാക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതായി കാണാൻ നമുക്ക് കഴിയും. വേദിക് രീതിയിലുള്ള പുരാണക്രമങ്ങളുണ്ട്. ദൈവവിശ്വാസത്തിൻ്റേതായ ചിന്താധാരയുമുണ്ട്. അതോടൊപ്പം തന്നെ ദൈവനിരാസത്തിൻ്റെ ചിന്താധാരയും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വെച്ച് നോക്കിയാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ റിലിജിയൻ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നായി ഇവിടുത്തെ ഹിന്ദു മതത്തെ അളക്കാമോ? അതും നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എനിക്കതിൽ സംശയമുണ്ട്. ഞാൻ പക്ഷേ അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. എന്നാൽ ഹിന്ദു മതത്തെ 19-ാം നൂറ്റാണ്ട് ഏറെ ശുദ്ധീകരിച്ചിരുന്നു. അത് നാം പ്രത്യേകമായി കാണേണ്ടതാണ്. അതായത് താന്ത്രിക സ്വാധീനം, അതുപോലെ അനാചാരങ്ങളുടെ വ്യാപനം, ഇവയിൽ നിന്നെല്ലാമാണ് ആ കാലഘട്ടത്തിൽ ശുദ്ധീകരിക്കാനുള്ള ശ്രമം നടന്നത്. അത് ചെയ്തവരുടെ നിരയിലുള്ള പ്രമുഖനെ ആർക്കും നിരാകരിക്കാൻ കഴിയില്ല. കാരണം അത് സ്വാമി വിവേകാനന്ദനാണ്.
അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയിയും ആ കൂട്ടത്തിലുണ്ട്. നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകരും ആ കൂട്ടത്തിലുണ്ട്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും എല്ലാം ആ കൂട്ടത്തിൽ ഉൾപ്പെടും. അങ്ങനെ എത്രയോ പേർ പ്രാദേശികമായി ഇതിന് നേതൃത്വം കൊടുത്തതായി കാണാൻ കഴിയും. രാജാറാം മോഹൻ റോയ് ഹിന്ദുമത നവോത്ഥാന നായകനായി തന്നെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പോലും അതിൻ്റെ തുടർച്ചയായിട്ടാണ് കടന്നു വരുന്നത്. വിവേകാനന്ദൻ രാജ്യത്തിനും ലോകത്തിനും നൽകിയ സന്ദേശം എല്ലാവരിലും ദൈവികതയുണ്ട്. ആ ദൈവികതയുടെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യഭാവം ഉണ്ടാവണം. ഈ ചിന്തയാണ് സ്വാമി വിവേകാനന്ദൻ എല്ലാവരിലും ഉദ്ദീപിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ പടിഞ്ഞാറുള്ളവർക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർക്ക് ഹിന്ദുവിനെ ഒരു പുതിയ വീക്ഷണത്തോടെ കാണാനുള്ള കെൽപ്പ് ഉണ്ടാക്കിയതും സ്വാമി വിവേകാനന്ദനായിരുന്നു. സർവേപ്പള്ളി രാധാകൃഷ്ണനും യുക്തിയുടെയും മാനുഷികതയുടെയും തലത്തിലേക്ക് ഹിന്ദുമതത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. മാത്രമല്ല പടിഞ്ഞാറൻ സംസ്കാരത്തോട് അതിനെ ബന്ധിപ്പിക്കാനും ശ്രമിച്ചു. അപ്പോൾ ഹിന്ദുമതത്തിന് മറ്റു മതങ്ങളുമായി സാർവദേശീയ തലത്തിൽ ബന്ധപ്പെടുന്നതിനും സ്വീകാര്യതയുണ്ടാക്കുന്നതിനും ഇത്തരം ഇടപെടലുകൾ നല്ലതുപോലെ സഹായിച്ചിരുന്നു. ഒരു തത്വചിന്ത എന്ന നിലയിൽ ലോകത്തിനു മുന്നിൽ ഇത് അവതരിപ്പിച്ചത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ തന്നെയാണ്. അപ്പോഴാണ് ലോകം അതിനെ മതം എന്ന് വിശേഷിപ്പിക്കാമോ എന്ന് സന്ദേഹിച്ചത്. കാരണം മറ്റെല്ലാ മതങ്ങൾക്കും, ലോകത്തിലെ മറ്റേത് മതങ്ങളെ എടുത്താലും അതിനെല്ലാം ഒരു സ്ഥാപകനുണ്ട്. ഹിന്ദുമതത്തിന് അത്തരം ഒരു സ്ഥാപകനെയും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരേ ഒരു ആചാരം എന്നതൊരു നിഷ്കർഷയില്ല. അതും ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ മതം എന്നതിനപ്പുറം ഒരു ജീവിതക്രമം, അതല്ലേ ഇത് എന്ന ചിന്ത വീണ്ടും ശക്തിപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ്. പക്ഷേ പിൽക്കാലത്ത് നവീകരണത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ധാരയല്ല ഹിന്ദുമതത്തിൽ ശക്തിപ്പെട്ടത്. ഇപ്പോൾ സദാനം പോലുള്ള അനാചാരങ്ങൾക്കെതിരെ ചോദ്യമുയർത്തുകയും അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടി പോരാടുകയും ചെയ്ത നവോത്ഥാന ധാര ദുർബലപ്പെടുന്നു എന്നതാണ് രാജ്യത്തിൻ്റെ ചിത്രം പരിശോധിച്ചാൽ കാണാൻ നമുക്ക് കഴിയുക. മാത്രമല്ല, അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ ശാരീരികമായി ഉന്മൂലനം ചെയ്യും എന്ന നിലവരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ വിയോജനത്തിനിടമില്ലാതാവുകയാണ്. വിയോജന അഭിപ്രായങ്ങൾക്ക് ഇടമില്ലാതാക്കുകയാണ്. പിന്നെ വിരുദ്ധ അഭിപ്രായങ്ങളുടെ കാര്യം പറയുകയേ വേണ്ട. അതുകൊണ്ടാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചതായ അസഹിഷ്ണുതയുടേതായ ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്താകെ രൂപപ്പെട്ടിരിക്കുന്നത്. ആ അന്തരീക്ഷം എങ്ങനെ രൂപപ്പെട്ടതാണ്? ആ അന്തരീക്ഷം രൂപപ്പെട്ടത് സംഘപരിവാർ ശക്തികൾ മതത്തിൻ്റെ മേൽ ആധിപത്യമുറപ്പിച്ചതോടെയാണ് എന്ന് നാം കാണുന്നു. എന്ന് പറഞ്ഞാൽ സെമറ്റിക് മതങ്ങൾക്കുള്ളതുപോലെ
ഒരു അധികാര ഘടന ഉണ്ടാക്കിയെടുക്കുകയാണ് സംഘപരിവാർ ലക്ഷ്യമിട്ടത്. മുൻപ് ഉണ്ടായിരുന്ന ചിലതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളും സംഘപരിവാർ നടത്തുകയാണ്. അപ്പോൾ നിരാകരിക്കപ്പെടുന്നത് എന്താണ്? ലോകത്തിനു മുന്നിൽ ഇന്ത്യ വെച്ച അതിശ്രദ്ധേയമായ മൂല്യങ്ങളാണ് അതോടെ നിരാകരിക്കപ്പെട്ടത്. ഇപ്പോൾ ലോകത്തിനു മുന്നിലുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാന സന്ദേശം ലോകാ സമസ്തോ സുഖിനോ ഭവന്തു. ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന സന്ദേശം ലോകത്തിന് നൽകിയ ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ഒരാൾക്കും കുടുംബത്തിനും മാത്രമല്ല, ലോകത്തിലുള്ള സകലമാന പേർക്കും സുഖമുണ്ടാവട്ടെ എന്നാണ് ആശംസിക്കുന്നത്. എന്നാൽ അതിനു പകരം വെറുപ്പിൻ്റെ ചിന്തകൾ കൊണ്ട് പകരം വെക്കാനാണ് ഇപ്പം ശ്രമം നടക്കുന്നത്. എത്ര വിശ്വം ഭവത്യേക നീടം, ഈ ലോകമാകെ ഒരു പക്ഷിക്കൂടാണ് എന്ന സന്ദേശമാണ് ഇന്ത്യ ലോകസമക്ഷം അവതരിപ്പിച്ചിരുന്നത്. അതിനെയാണിപ്പോൾ ശത്രുതയുടെ ചിന്ത കൊണ്ട് പകരം വെക്കാൻ ശ്രമിക്കുന്നത്. മാ വിദിഷാവഹൈ ഇന്ത്യയിൽ ഒരു കാലത്ത് മുഴങ്ങിക്കേട്ടതാണിത്. എന്ന് പറഞ്ഞാൽ ആരോടും വിദ്വേഷമുണ്ടാകരുത്. ആ ചിന്തയെ തന്നെ ധ്വംസിച്ചു കളഞ്ഞു. അങ്ങനെയാണ് ഗ്രഹാം സ്റ്റെയിൻസിനെയും കുഞ്ഞുങ്ങളെയും മുതൽ അടുത്ത കാലത്ത് നരേന്ദ്ര ദാബോൽക്കർ, MM കൽബുർഗി, ഗോവിന്ദ് പൻസാരെ തുടങ്ങിയവരെ വരെ വധിക്കുന്ന വിദ്വേഷത്തിൻ്റെ ചിന്തയിലേക്ക് സംഘപരിവാർ എത്തിച്ചേർന്നു. ഇവിടെ അധ്യക്ഷൻ ഋഗ്വേദം ഉദ്ധരിക്കുകയുണ്ടായി. സമാനം മന സഹ ചിത്തമേഷം. ഇതാണ് ഋഗ്വേദം പറഞ്ഞത്. നിങ്ങളുടെ മനസ്സുകൾ പോലും രഞ്ജിപ്പോടെ കഴിയട്ടെ എന്നാണ് ഋഗ്വേദം ഉദ്ബോധിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ മനസ്സുകളുടെ ഒരുമ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആത്മീയത, ആ ആത്മീയതയെ, വ്യാജ ആത്മീയത കീഴടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. രാജ്യം കണ്ട ഏറ്റവും വലിയ രാമഭക്തനായിരുന്നു മഹാത്മാഗാന്ധി. ഹേ റാം എന്നായിരുന്നു ഗാന്ധിജി ജപിച്ചുകൊണ്ടിരുന്നത്. ആ ഗാന്ധിജിയാണ് റാം എന്ന് പേരുള്ള ഒരാൾ തന്നെ വെടിവെച്ചു കൊന്നത്. നാഥു റാം. അപ്പോൾ ഗാന്ധിജിയെ നയിച്ചത് ആത്മീയതയായിരുന്നു. ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ വിചാരണവേളയിൽ കോടതിയിൽ പറഞ്ഞത് തന്നെ നയിക്കുന്നത് ആത്മീയതയാണെന്നാണ്. രണ്ടും ഒരുപോലെ ആത്മീയതയാവാൻ തരമില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തേത് വ്യാജ ആത്മീയതയാണ്. ഇത് ശരിയായി തിരിച്ചറിയാൻ കഴിയണം. വ്യാജ ആത്മീയതയെ ശരിയായ രീതിയിൽ തിരിച്ചറിയണം. ക്ഷേത്രത്തിലേക്ക് കുട്ടികൾ പോകുന്നു. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കുട്ടികൾ അവിടെ പ്രാർത്ഥനയ്ക്കായി ചെല്ലുമ്പോൾ അവരെ മെല്ലെ അകറ്റി നിർത്തി കുറുവടി പരിശീലനം നൽകാൻ തയ്യാറാകുന്ന
അതുപോലെ മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ, കുട്ടികളെ ദുരുപയോഗിക്കുന്നുണ്ടോ, ഇതെല്ലാം അച്ഛനമ്മമാർ തന്നെ കണ്ണു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ആരാധനാലയങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ആ കാര്യത്തിലും വിശ്വാസികൾക്ക് ഒരു കണ്ണ് വേണ്ടതാണ്. അതായത് വിശ്വാസം ഹൈജാക്ക് ചെയ്തുകൊണ്ട് തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നടപ്പാക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യം എന്ന നിലക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്. എല്ലാ മതത്തിൽപ്പെട്ടവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. എല്ലാ മതത്തിലും പെട്ട വിശ്വാസികൾ ഇത്തരം ഹൈജാക്കിങ്ങിനെതിരെ ജാഗ്രത പുലർത്തണം. ഹൈജാക്കിംഗ് അനുവദിക്കരുത്. മതത്തെ സാഹോദര്യത്തിനും മനുഷ്യ സ്നേഹത്തിനുമെതിരെ ഉപയോഗിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണം. ഏത് മതവും സാഹോദര്യവും മനുഷ്യസ്നേഹവുമാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇതിനെതിരെയുള്ള ശ്രമങ്ങളെ ചെറുത്തു പരാജയപ്പെടുത്താൻ നല്ല ശ്രമം നടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നവോത്ഥാന കാലത്തെ സൂചിപ്പിക്കുന്ന നിലയുണ്ടായി. അത് ശരിയാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. നവോത്ഥാന ചിന്തകളെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ധാരകളെ തിരിച്ചു കൊണ്ടുവരണം, അവ ശക്തിപ്പെടുത്തണം. ഹിന്ദു പാർലമെൻറ്റ് അത്തരം ചില ലക്ഷ്യങ്ങൾ കൂടി ഇവിടെ തന്നെ പ്രഖ്യാപിച്ചു എന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പോൾ ഭരണഘടനയുടെ 51A വകുപ്പ് പൗരൻ്റെ കടമകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം വളർത്തിയെടുക്കൽ വളരെ പ്രധാനമാണ്. എന്നാൽ അധികാരത്തിലുള്ളവർ തന്നെ അതിന് നേരെ എതിർദിശയിലേക്ക് രാജ്യത്തെ തന്നെ നയിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിയ തോതിൽ പ്രചരിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇപ്പോൾ നവോത്ഥാന മൂല്യങ്ങളെ തിരുത്തി പഴയ ഇരുണ്ട ജീർണകാലത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജാഗ്രത പാലിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. നമ്മുടെ രാജ്യം വ്യത്യസ്ത മതവിശ്വാസമുള്ളൊരു രാജ്യമാണ്. ഏതെങ്കിലും ഒരു മതവിശ്വാസം ഇതര മതവിശ്വാസങ്ങളെ ധ്വംസിക്കാനും തങ്ങളുടേതിൻ്റെ ആധിപത്യം അടിച്ചേൽപ്പിക്കാനും ശ്രമിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന രാജ്യം ബാക്കിയുണ്ടാവില്ല എന്നതാണ്. കോളനി വാഴ്ചക്കാരായ സാമ്രാജ്യ ശക്തികൾ പരാജയപ്പെട്ട നമ്മുടെ ചരിത്ര അനുഭവമാണ്. ആ സാമ്രാജ്യത്വ ശക്തികൾ പരാജയപ്പെട്ടിടത്ത് വർഗീയ വിധ്വംസക ശക്തികൾ വിജയിച്ചുകൂടാ. നമ്മുടെ വൈവിധ്യത്തിലധിഷ്ഠിതമായ ഐക്യം തകർന്നുകൂടാ. സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് there are many faiths. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ട്രൂത്ത് ക്യാൻ ബി സ്റ്റേറ്റഡ് ഇൻ 1000 different ways. ഇതെല്ലാം
സ്വാമി വിവേകാനന്ദനെ ഉദ്ധരണികളാണ്. വൈവിധ്യത്തിൽ ഊന്നൽ നൽകുവാനാണ് വിവേകാനന്ദൻ ശ്രമിച്ചത്. അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കഴിയേണ്ടതായിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഉദ്ബോധിപ്പിച്ചത് ഒരു പുതിയ ഇന്ത്യ ഉണർന്നു വരട്ടെ എന്നായിരുന്നു. എവിടെ നിന്നാണ് ആ പുതിയ ഇന്ത്യ ഉയർന്നു വരേണ്ടത്? അതും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ വാചകം എടുത്താൽ, ലെറ്റ് എ ന്യൂ ഇന്ത്യ എവേക്ക് ഔട്ട് ഓഫ് peasants' cottages, huts of fishermen, cobblers and sweepers. അതായത് കർഷക കുടിലിൽ നിന്ന്, ചെരുപ്പുകുത്തിയുടെ, മത്സ്യത്തൊഴിലാളിയുടെ, തൂപ്പുകാരൻ്റെ ഒക്കെ കുടിലുകളിൽ നിന്നാണ് ആ പുതിയ ഇന്ത്യ ഉയർന്നു വരേണ്ടത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ശൂദ്രരായിരുന്നു കൊണ്ട് തന്നെ, അതായത് ബ്രാഹ്മണരോ ക്ഷത്രിയരോ ആവാതെ തന്നെ സമൂഹത്തിൽ മേൽക്കൈ നേടും എന്നും വിവേകാനന്ദൻ പറയുകയുണ്ടായി. വിവേകാനന്ദൻ പറഞ്ഞത് യാഥാർത്ഥ്യമാവുന്നതിൻ്റെ സൂചനയാണ് നേരത്തെ അധ്യക്ഷൻ പരാമർശിച്ച ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ കനയ്യകുമാറിൻ്റെ ഉയർന്നുവരവിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. പുതിയ ഉണർവ് ഹൈദരാബാദിലെ രോഹിത് വെമുലയുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ പുതിയ ഉണർവിൽ നമുക്ക് ഇതാണ് കാണാൻ കഴിയുന്നത്. വിവേകാനന്ദൻ ചൂണ്ടിക്കാട്ടിയ വിവിധ തരങ്ങളിലുള്ള ഉണർന്നുവരൽ രാജ്യവ്യാപകമായി ഉണ്ടാവുമ്പോൾ ആ ഉണർന്നുവരവിൻ്റെ സൂര്യനെ പഴമുറം കൊണ്ട് മറച്ചു പിടിക്കാനാണ് സംഘപരിവാറും അതിന് നേതൃത്വം കൊടുക്കുന്നവരും ശ്രമിക്കുന്നത്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ആ ശ്രമങ്ങളെല്ലാം ഒലിച്ചു പോവുക തന്നെ ചെയ്യും. LK അദ്വാനി അദ്ദേഹത്തിൻ്റെ ജീവിതകഥ മൈ കൺട്രി മൈ ലൈഫ് എന്ന പുസ്തകത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ ആക്ഷേപിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ട്. ആ വാചകം ഇതാണ്: പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്നവർ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, സോഷ്യലിസവും സെക്കുലറിസവും ഉയർത്തിപ്പിടിക്കുന്നവർ തങ്ങൾ മാത്രമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ തെറ്റിദ്ധരിപ്പിക്കേണ്ട. അതിൻ്റെ മുൻനിരയിലായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഇത് അദ്വാനിയുടെ വാചകമാണ്. ഞങ്ങൾക്കതിലൊരു വ്യത്യസ്തതയില്ല. ഞങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ് സ്വാമി വിവേകാനന്ദൻ അത് ചെയ്തിരുന്നുവെന്നത്. എന്നാൽ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ആ സ്വാമി വിവേകാനന്ദനെ അനുസരിക്കാൻ സംഘപരിവാറിന് കഴിയുമോ? ഇന്ന് രാജ്യത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPക്ക് കഴിയുമോ? നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിന് കഴിയുമോ? കഴിയുമായിരുന്നെങ്കിൽ രോഹിത് വെമുലയോട് ഇതാണോ ചെയ്യുക? കനയ്യയോട് ഇതാണോ ചെയ്യുക? സ്വാമി വിവേകാനന്ദൻ്റെ ഒരു വാചകം കൂടി ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നാവും. ഇഫ് യു ക്യാൻ സ്ട്രെച്ച് ഔട്ട് എ ഹെൽപ്പിംഗ് ഹാൻഡ്, ഡു സോ. ഇഫ് യു കനോട്ട്, ഫോൾഡ് യുവർ ഹാൻഡ്സ് ആൻഡ് ലെറ്റ് ദം ഗോ ദർ ഓൺ വേ. നിങ്ങൾക്ക് സഹായഹസ്തം നീട്ടാനാവുമെങ്കിൽ അത് ചെയ്യുക. കഴിയില്ലെങ്കിൽ തൊഴുതു പിന്മാറുക. അവർ അവരുടെ വഴിക്ക് പോയിക്കൊള്ളട്ടെ. ലെറ്റ് ദം ഗോ ദർ ഓൺ വേ. അതാണ് സ്വാമി വിവേകാനന്ദൻ്റെ വാചകം.
ഇവിടെ ഇന്നലെ നടന്നൊരു സംഭവം ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അത് JNUവിലെ ABVPയുടെ ഒരു കൂട്ടം ഭാരവാഹികൾ. ABVP എന്ന് പറഞ്ഞാൽ RSSൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ്. അവർ ABVP വിട്ടു. എന്നിട്ട് അവർ മനുസ്മൃതി പരസ്യമായി കത്തിച്ചു. കാരണം മനുസ്മൃതിയെ എന്താണ് എന്നത് അവർ തിരിച്ചറിഞ്ഞുവെന്നർത്ഥം. ഇവിടെ BJPയുടെ ശ്രമം നാം കാണാതിരിക്കരുത്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകളായി നിലനിന്ന ജാതീയമായ അടിച്ചമർത്തലുണ്ട്. ഈ അടിച്ചമർത്തപ്പെട്ടവർ പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമാണ് സംവരണ നയം. എന്നാൽ RSS സംവരണത്തിനെതിരാണ്. സംവരണത്തോട് അവർക്ക് യോജിപ്പില്ല. പരസ്യമായിട്ട് തന്നെ ആ നില പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ നോക്കിയാൽ മതി. ഗുജറാത്തിലെ പട്ടേലുമാർ പ്രക്ഷോഭം നടത്തി. പട്ടേൽ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന സമുദായമാണ്. ഹരിയാനയിലെ ജാട്ട് പ്രക്ഷോഭം ഈ അടുത്ത കാലത്ത് നടന്നു. ഏറ്റവും വലിയ സമ്പന്ന സമുദായമാണ് അവർ. അവർ ജാട്ട് പ്രക്ഷോഭത്തിൽ ഹരിയാനയിൽ റോത്തക്കിൽ സാധാരണ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ 500 കടകൾ തീവച്ച് കളഞ്ഞു. അവർക്ക് നഷ്ടപരിഹാരമൊന്നുമില്ല. എന്നാൽ സംവരണം ഇവർക്കെല്ലാം അർഹതയുണ്ട് എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ സംവരണം എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നാണ് നാം കാണേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്ന നില നാം കാണേണ്ടത്. വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്ന നില ഇതേ RSSുമായിട്ടാണ് കൂട്ടിച്ചേരുന്നത്. ഇതേ BJPയുമായി ചേർന്നാണ് NDA രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഫലത്തിൽ സംവരണത്തിനെതിരായിട്ടാണ് വരാൻ പോകുന്നത്. സംവരണം ഇവിടെ തുടരേണ്ടതില്ല എന്നിടത്താണ് കാര്യങ്ങൾ BJP എത്തിക്കാൻ പോകുന്നത്. സംവരണത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഈ പറഞ്ഞ ഹരിയാനയിലായാലും ഗുജറാത്തിലായാലും സംവരണത്തിന് വേണ്ടി ശബ്ദമുയർത്തേണ്ടവരെ RSS പാട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ശബ്ദം ഉയർന്നിട്ടില്ല. ആ അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തിക്കൊണ്ട് നടക്കുന്നത് എന്നതും നാം തിരിച്ചറിയണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട് നേടിയ നവോത്ഥാന മൂല്യങ്ങൾ അതിനെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവിടെയുള്ള സംഘടനകളെ എടുത്താൽ ഏറെക്കുറെ എല്ലാ സംഘടനകൾക്കും നവോത്ഥാന പാരമ്പര്യമുണ്ട്. SNDP ആയാലും NSS ആയാലും യോഗക്ഷേമ സഭയായാലും എല്ലാം ആ നവോത്ഥാന നേതൃത്വം തന്നെ അവകാശപ്പെടാൻ കഴിയുന്ന സംഘടനകളാണ്. ചട്ടമ്പിസ്വാമിയും അയ്യാവൈകുണ്ഠനും അയ്യങ്കാളിയും കുമാരഗുരുവും വാഗ്ബടാനന്ദനും വീട്ടിയും എല്ലാം അണിനിരന്ന ആ നവോത്ഥാന നായകരുടെ നേതൃനിരയിൽ ശ്രീനാരായണ ഗുരു നിൽക്കുന്നു. ആ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം നരനും തമ്മിൽ സാഹോദര്യമുദിക്കണം, അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം. ഇതാണ് ശ്രീനാരായണ ഗുരു നമ്മുടെ നാടിനു മുന്നിൽ നൽകിയ സന്ദേശം. ഇവിടെയാണ് മനുസ്മൃതി നടപ്പാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നത്. മനുസ്മൃതി എന്താണ് എന്നത് വെള്ളാപ്പള്ളിക്ക് അറിയാത്തതല്ലോ. മനുസ്മൃതി അനുസരിച്ച് ശൂദ്രന് അക്ഷരം അഭ്യസിക്കാൻ പാടില്ല, അക്ഷരം നിഷിദ്ധമാണ്.
ശൂദ്രർക്ക് ധാന്യം കൂലിയായി കൊടുക്കുന്ന കാലാണല്ലോ അത്. ധാന്യം ശരിയായിട്ട് കൊടുക്കാൻ പാടില്ല, പതിര് കലർത്തിയ ധാന്യമേ കൊടുക്കാൻ പാടുള്ളൂ. നല്ല വെളുത്ത വസ്ത്രം ധരിക്കാൻ അവകാശമില്ല, അതായത് വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ അവകാശമില്ല, ജീർണ വസ്ത്രമേ ധരിക്കാവൂ. വേദം കേട്ടാൽ ചെവിട്ടിൽ ഈയം മുരുക്കി ഒഴിക്കണം. ഇതാണ് മനുസ്മൃതി ഉദ്ഘോഷിക്കുന്നത്. ആ മനുസ്മൃതി ആധാരമാക്കിയവരുടെ കൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ അണിനിരന്നുകൊണ്ട് നമ്മുടെ നാടിനെ ആകെ തിരിച്ചു നടത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാവണം. താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇത്തരം ശക്തികളെ കാണാതിരിക്കുന്ന ചില പ്രവണതകൾ ആര് പ്രകടിപ്പിച്ചാലും അത് ശരിയായി തിരിച്ചറിയണം. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഈ വേദി ഉപയോഗിച്ചു കൊണ്ടുപോകുന്നില്ല. എന്നാൽ ഇന്നത്തെ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് രാജ്യത്താകെ തൊഴിലാളി സംഘടനകളെല്ലാം, കേന്ദ്ര ട്രേഡ് യൂണിയനുകളാകെ ചേർന്നുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. സെപ്റ്റംബറിൽ തൊഴിലാളികളാകെ നടത്തിയ പണിമുടക്കിൻ്റെ തുടർച്ചയായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തൊഴിലാളിദ്രോഹ നടപടികൾ തുടരുകയും തൊഴിലാളികൾക്ക് ആശ്വാസകരമായൊരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയാടിസ്ഥാനത്തിലുള്ള പ്രക്ഷോഭം നടക്കുന്നത്. BMS എന്നത് RSSൻ്റെ ഒരു തൊഴിലാളി സംഘടനയാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് രാജ്യം ഭരിക്കുമ്പോൾ BMS അടക്കമാണ് ഈ പ്രതിഷേധ ദിനത്തിന് ആഹ്വാനം നൽകിയതെങ്കിലും ഇവിടെ BMS പറഞ്ഞു, 2-3 ദിവസം മുൻപ് BMS പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ട്, ഞങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല. കേരളത്തിൽ അവർ മാറുന്നത് ദേശീയാടിസ്ഥാനത്തിൽ മാറിയിട്ടില്ല, കേരളത്തിൽ മാറുന്നു. ഇരിക്കട്ടെ, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അവരുടെ മേലെ രാഷ്ട്രീയ സമ്മർദ്ദം വന്നു, അതിൻ്റെ ഭാഗമായി അവർ മാറി എന്നത് ആ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്നലെ ഇതിൽ പങ്കെടുക്കേണ്ട INTUC നേതൃത്വം അറിയിക്കുകയാണ്, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന്. അതെന്താണ്? എന്താണ് ആ സമ്മർദ്ദത്തിൻ്റെ പിന്നിലുള്ളത്? നമ്മുടെ രാജ്യത്തിലെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തൊഴിലാളിദ്രോഹ നടപടികൾക്കെതിരെ രാജ്യത്തെ തൊഴിലാളികളാകെ ഒന്നിച്ച് പ്രക്ഷോഭം നടത്തുമ്പോൾ കേരളത്തിൽ മാത്രമായി, രാജ്യത്താകെ INTUC മാറുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നമുക്ക്, കേരളത്തിൽ മാത്രമായി INTUC മാറി നിൽക്കാൻ ഇടയാക്കിയ സംഭവം എന്ത്? ഈ വേദിയായതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് ഞാൻ കടന്നാൽ അത് കുറച്ച് കടന്ന കൈയായി പോകുമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് വ്യക്തമായി പറയാതിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അവിശുദ്ധ ബന്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. 4 വോട്ടും ഏതാനും സീറ്റും കിട്ടുന്നതിന് വേണ്ടിയുള്ള അവിശുദ്ധ ബന്ധമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നാണ് നാം അതിലൂടെ കാണേണ്ടത്. ഇതിൽ ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയും. അധ്യക്ഷൻ സൂചിപ്പിച്ച 2ാം ഭൂപരിഷ്കരണത്തെക്കുറിച്ച് 2 വാചകം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ 1ാം ഭൂപരിഷ്കരണം എന്നത് അങ്ങനെയൊന്നില്ല, ഭൂപരിഷ്കരണമാണത്. ആ ഭൂപരിഷ്കരണ നടപടി ഇവിടെ സ്വീകരിച്ചത് EMSൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ആയിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന മിച്ചഭൂമി എടുത്ത് ഭൂമി ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യുക എന്നാണ് കണ്ടിരുന്നത്. ആ മിച്ചഭൂമി ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യുമ്പോൾ അർഹതയുള്ളവരായിട്ട് വരുന്നത് ഭൂമി ഇല്ലാത്തവരാണ്. അതിൽ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണ്.
പക്ഷേ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് എന്താ? 1957 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഇതിന് തുടക്കം കുറിച്ചു. 67 മുതൽ പിന്നീട് 59 ഗവൺമെൻറ് ഇറങ്ങേണ്ടി വന്നു. ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. 67, 69 പിന്നെ 2 വർഷമാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ നിയമം ഒന്നുകൂടി നടപ്പാക്കി. അപ്പോഴേക്ക് തന്നെ കുറേ മിച്ച ഭൂമിയുടെ കാര്യം കഴിഞ്ഞു, അത് പോയി. ആ 2 വർഷം കഴിഞ്ഞ് പിന്നീടും നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് എന്താ? ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ്റുകളുടെ കാലം പരിശോധിച്ച് നോക്കിയത് മിച്ച ഭൂമി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. 57 നിയമം കൊണ്ടുവരുമ്പോൾ കണ്ടിരുന്ന മിച്ച ഭൂമി, അതിൻ്റെ വളരെ നേരിയൊരു അംശം മാത്രമേ പിന്നീട് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുള്ളൂ. അത് നിയമത്തിൻ്റെ തെറ്റല്ല, നിയമത്തെ തെറ്റായി ഉപയോഗിച്ചു. ആ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി മിച്ച ഭൂമി അല്ലാതാക്കി. അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്. അപ്പോൾ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ, ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യം വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നത്. ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകാനാവണം. അതോടൊപ്പം പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിട സൗകര്യവും ഉണ്ടാവണം. അത്തരം കാര്യങ്ങൾ ഗൗരവമായി തന്നെ പരിഗണിക്കുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നതും നിങ്ങൾ കാണണം, തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ നാടിന് ആവശ്യമായൊരു പരിപാടിയാണ്, രാജ്യത്തിന് തന്നെ ആവശ്യമായൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വിഷമോ ഇല്ലാതെ തന്നെ നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.